നിങ്ങൾ ഈ കരച്ചിലിന് ശബ്ദം കേട്ടോ? നിങ്ങൾ ആരെന്തോ വലിയൊരു അപകടത്തിൽ വിട്ടുകിടക്കുകയാണ്. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയുള്ള നിലവിളി ശബ്ദമാണ്. അയ്യോ എന്നുള്ള നിലവിളി ശബ്ദം. മാമാധർമ്മ എന്ന് പറഞ്ഞ സംഘടന സിനിമ പിടിക്കാൻ പുറപ്പെട്ടു. 3-5 ആൾക്കാർ കൂടി വാരിയും കുന്നൻ സിനിമ പിടിക്കാൻ പുറപ്പെട്ടു. ആഷിഖ് അബു, എബ്രാഹിം വേങ്ങര, PT കുഞ്ഞുമുഹമ്മദ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പുറപ്പെട്ടു. അതാണ് ഉണ്ടായത്. അലി അക്ബർ, മറ്റുള്ളവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവർ PT കുഞ്ഞുമുഹമ്മദ് സിനിമ പിടിച്ച് അന്തർദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. ആഷിഖ് അബു ഒരുപാട് സിനിമ പിടിച്ചിട്ട് എല്ലാ സിനിമകളും വൻ വിജയമാണ്. അവസാനം വൈറസ് അടക്കം എല്ലാം വലിയ സിനിമ വിജയമാണ്. നല്ല നടനുമാണ്. ഇവർക്കൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ ആൾക്കാരുമുണ്ട്, പൈസ കൊണ്ടു കൊടുക്കാൻ. പക്ഷേ കൊറോണ വന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇതൊരു ഒരു 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 ഹിസ്റ്റോറിക്കൽ വെർഷൻ ആയതുകൊണ്ട് എളുപ്പമല്ല. 10 ആളെ വെച്ചും 20 ആളെ വെച്ചും റൂമിനകത്ത് സിനിമ എടുക്കുന്ന പോലെയല്ല ഹിസ്റ്റോറിക്കലായിട്ട് സിനിമ എടുക്കുന്നത്. ആ സിറ്റുവേഷൻ മുഴുവൻ മാറ്റേണ്ടതുണ്ട്. കമ്പിക്കാലുകൾ മാറ്റേണ്ടതുണ്ട്. സിനിമ പിടിക്കുമ്പോൾ ഒരു വിമാനം മേലെ കൂടെ പോയി കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് അവിടെ മുടക്കേണ്ടി വരും. ഒരാളുടെ കയ്യിൽ ഒരു മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ, ഷർട്ടുമ്പോൾ ബട്ടൺസ് കണ്ടു കഴിഞ്ഞാൽ, കാലും ഒരു ഷൂ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ വലിയ സന്നാഹം വേണം. അതുകൊണ്ട് തന്നെ അവരതെല്ലാം ഫ്രീസാക്കി വെപ്പിച്ചു തൽക്കാലം. പക്ഷേ ഇയാളത് പുറപ്പെട്ടു. ഇയാൾ പുറപ്പെടലും ഹിന്ദുക്കളോട് കരഞ്ഞപേക്ഷിച്ചു, പൈസ കൊണ്ടുപോവാ. വാരിയം കുന്നൻ സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പോയ വരെ സിനിമ എടുക്കാൻ പോവാണ്. കുറേ ആൾക്കാർ 100ഉം 1000ഉം ഒക്കെ ആയിട്ട് കൊടുത്തു. ഇപ്പോൾ വരും തണ്ടിയെ കൊല്ലാന്നും പറഞ്ഞിട്ട് അതിന് കുറേ തോക്കുണ്ടാക്കി, മരം കൊണ്ട് തോക്കുണ്ടാക്കി. അതൊക്കെ നിരത്തി വെച്ച് കാണിച്ചു. തോക്ക് ഞാൻ വാങ്ങിച്ചു, ഇനി പൈസ കൊണ്ടുപോവാം. കരച്ചിലാരംഭിച്ചു. പൈസ കൊണ്ടു കൊടുത്തു. അപ്പം അയാൾ എന്ത് ചെയ്തു? കുറേ കത്തി ഉണ്ടാക്കി, മരം കൊണ്ട് കുറേ കത്തി ഉണ്ടാക്കി. എന്തിനു പറയുന്നു? മാസത്തിൽ 2 പ്രാവശ്യം നിലവിളി ശബ്ദം ഇടുകയാണ് പൈസ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ഇപ്പം പുതിയ നിലവിളി ശബ്ദം ഇപ്പം കേട്ടത് എന്തിനാണെന്നറിയോ? 14-ാം തീയതി വിഷുവാണല്ലോ. ആ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഘോഷത്തിൻ്റെ ആരാധനയുടെയും ഭാഗമാണത്. കാരണം അവർ തൻ്റെ കീഴാദികൾ കുട്ടികൾക്ക് 1 രൂപയോ 2 രൂപയോ, ഇപ്പോൾ 10 രൂപയോ 100 രൂപയായിരിക്കാം, അതവർ ആരാധനയുടെ ഈ ഒരു വർഷം പുത്താണ്ട് എന്നാണ് പറയുക, ന്യൂ ഇയർ. വിഷു പഞ്ചാംഗത്തിലേക്ക് അങ്ങനെയാണ്, ഹിന്ദു പഞ്ചാംഗത്തിലേക്ക് അങ്ങനെയാണ്. അപ്പോൾ പുതിയ ആണ്ടിൻ്റെ പുറപ്പാടായിട്ട് അവർക്ക് വിഷു കൈനീട്ടം ഇനി എന്നും കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കും. അത് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിയപ്പം കാണുന്നത്. വിഷുവിന് കിട്ടുന്ന വിഷു കൈനീട്ടം എനിക്ക് താന്ന് പറഞ്ഞ് അലി അക്ബർ നിലവിളിക്കുന്നു. സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് പോയാൽ മുതൽ പോയ വരെ ആ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ കരച്ചിൽ. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ള കരച്ചിൽ. വാരിയം കുന്നൻ സിനിമ യഥാർത്ഥത ഹിസ്റ്ററിയുമായിട്ട് പിടിക്കാൻ 3 പേരാണ് ഒറ്റയടിക്ക് വന്നത്. അവർ 3 പേരും പ്രശസ്തരാണ്. ഒരാൾ നാടകത്തിൽ പ്രശസ്തനാണ്. അവൻ ആരെയും പൈസ വെച്ചാൽ നടന്നിട്ടില്ല. അവർ പ്രൊഡ്യൂസർമാരെ കണ്ടെത്തി. അവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിന് ആഷിഖ് അബു, PT കുഞ്ഞുമുഹമ്മദ്, ഇബ്രാഹിം വേങ്ങര, ഇവർ 3 പേരും പ്രഖ്യാപിച്ചു. അത് യഥാർത്ഥ ചരിത്രം, ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ പോരാടിയ ചരിത്രം നമ്മളെ ഉദ്ബോധിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെയാണ് അവർ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അത് സ്വാതന്ത്ര്യ സമരമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മലയാള രാജ്യമുണ്ടാക്കി, അതിന് പാസ്പോർട്ട് ഉണ്ടാക്കി, അതിൻ്റെ സ്വന്തം കറൻസി ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരെ
ഏറ്റവും മനോഹരമായിട്ട് ബുദ്ധിപൂർവ്വം വെല്ലുവിളിച്ച ആളാണ് വാരിയംകുന്നൻ. നിസ്സാര കാര്യമല്ലാതെ ചെറിയ രൂപത്തിലെങ്കിലും അവരുടെ മുന്നേറ്റത്തിൽ തടയിട്ട് ഇടങ്കാലിടുക എന്ന് പറയുമല്ലോ, ഇട്ട ആളാണ് വാരിയംകുന്നൻ. ഇതിനിടയിലാണ് അലി അക്ബർ വന്നിട്ട് സിനിമാ രംഗത്ത് എല്ലാ വശത്തും 7 നൽകി 8 നൽകി പൊട്ടിയ ആളാണ്. കലയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കൃത്യമായിട്ട് പറയാവുന്ന കൊലാകാരൻ. അയാൾ വാരിയംകുന്നൻ്റെ ചരിത്രം മറിച്ചിട്ടിട്ടും സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്, വാരിയംകുന്നൻ കള്ളനാണ്, തീവ്രവാദിയാണ്, ഹിന്ദുത്വവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമാ പരിപാടി. അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ മാമാ ധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമാ കമ്പനി രൂപീകരിച്ചു. എന്നിട്ട് അതിനൊരു സന്യാസി കിണാപ്പൻ ക്ലാപ്പടിച്ചു. എന്നിട്ട് അന്ന് ആരംഭിച്ചതാണ് അയ്യോ നരോളി, കൊണ്ടുപോവാ എന്നും പറഞ്ഞിട്ട്. പോരാ നാളിൽ ദൂരം ഉയരട്ടത് കാവ്യല്ലെന്ന് പറഞ്ഞ പോലെ പോരാ കൊണ്ടുപോവാ എന്നും പറഞ്ഞിട്ട് പിച്ചതണ്ടൽ ആരംഭിച്ചത്. സംഘപരിവാറിന് തേൻ കൊടുക്കാൻ, അവരെ തേൻ തേക്കാൻ വേണ്ടിയിട്ട് വാരിയംകുന്നൻ കള്ളനാണ്, വാരിയംകുന്നൻ കൊലപാതകിയാണ്, വാരിയംകുന്നൻ കവർച്ചക്കാരനാണ്, പെണ്ണുപിടുത്തക്കാരനാണ്, കള്ളുകുടിയനാണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? വർഗീയവാദിയാണ്, മതതീവ്രവാദിയാണ്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തവനാണ് എന്ന രീതിയിൽ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ട് വാരിയംകുന്നൻ്റെ സംഘീ വർഷൻ, വാരിയംകുന്നൻ പുഴ മുതൽ പുഴ വരെ സംഘീ വർഷൻ അതാണ് പ്രഖ്യാപിച്ചു. മാമാധർമ്മ പ്രഖ്യാപിച്ച് ഹിന്ദുത്വവാദികൾ ഇതാണ് പ്രഖ്യാപിക്കുമ്പോൾ ലക്ഷങ്ങൾ കൊടുക്കും എന്നങ്ങോട്ട് സ്വപ്നം കണ്ടു. അത് ദുസ്വപ്നമായിട്ട് മാറിയെന്ന് മാത്രം. ഹിന്ദുക്കളുണ്ടോ പൈസ കൊടുക്കുന്നു? അവർ സ്വന്തക്കാരെ പറ്റിക്കുന്ന ആൾക്കാരാണ്. അവർ സ്വന്തം വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ അടിയും തല്ലും. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഞാൻ വാസ്തവത്തിൽ. ഇന്ന് പോലും ചാവക്കാടെന്ന് അലി എന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിച്ചിരുന്നു. എന്താണ് സ്വാമിയുടെ വീട്ടിൽ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പം അതിലേക്ക് രക്തസാക്ഷിയാണ്. ഹിന്ദുക്കൾ അവരുടെ പൈസ പോലും അവർ അർഹർക്ക് പോലും കൊടുക്കില്ല. പിന്നെയാണ് ഇയാൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നത്. അവർക്ക് 100 രൂപ, 50 രൂപ, 80 രൂപ, 180 രൂപയ്ക്ക് ആയിട്ട് അയച്ച് കുറച്ച് ലക്ഷങ്ങളൊക്കെ അവിടെ വന്ന് കൂടി. വർഷങ്ങളായിട്ട് സിനിമയൊന്നും കിട്ടാതെ വന്ന സമയത്ത് കണ്ടൊരു സൂത്രമാർഗം, സുവർണാവസരം അതായിരുന്നു ഈ പ്രഖ്യാപനത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത്. എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കുക. ഇപ്പം കൊറോണ വന്നതോടുകൂടി ഉള്ള പൈസയും കയ്യിൽ വെച്ചിട്ട് ഞാനെങ്ങനെയാണ് സിനിമ പിടിക്കുന്നത് പറയാലോ. ഇപ്പം നല്ല അവസരമാണല്ലോ. ഏതായാലും കുറേ പൈസ വാങ്ങിച്ചു. തൊണ്ടയിൽ കുടുങ്ങിയ പോലെയായി. കീഴോട്ടും ഇല്ല മേലോട്ടും ഇല്ലാത്ത അവസ്ഥയായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പൈസ വാങ്ങിച്ചു, സിനിമ ഇട്ട് പിടിക്കാനും പറ്റുന്നില്ല. പൈസ മുഴുവനായിട്ടില്ല വന്നിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാർ ചോദിക്കില്ലേ, ഞങ്ങളുടെ ഇത് പൈസ വാങ്ങിച്ചില്ലേ 100 രൂപ, എന്താ സിനിമയുടെ കാര്യം എന്ന് അവർ ചോദിക്കില്ലേ? ആഷിഖ് അബുവും പി ടി കുഞ്ഞു മുഹമ്മദും എബ്രഹാം വേങ്ങരയും അവരുടെ സിനിമ നീട്ടിവെച്ചു. കാരണം സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. കൊറോണ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. സാമൂഹിക അകലം പാലിച്ചിട്ട് സിനിമ എടുക്കാനാവില്ലല്ലോ. പ്രത്യേകിച്ചും ഈ ഹിസ്റ്ററി സിനിമയാവുന്ന സമയത്ത് 100 കണക്കിന് ആൾക്കാർ, അതൊന്നും ഗവൺമെൻറ് സമ്മതിക്കില്ല. 100 കണക്കിന് യുദ്ധവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അവർ നീട്ടിവെച്ചു കാര്യങ്ങൾ. ഇയാൾ പെട്ടുപോയി. ഇയാളിപ്പോൾ പുഴ മുതൽ പുഴ വരെ പിടിവിടാതെ പിടിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ. ഇപ്പം ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞിട്ടായിരിക്കുന്നത്. വാരിയംകുന്നൻ ബോംബ് ഇപ്പോൾ പൊട്ടിക്കുന്നു പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വർഷം ഒന്നായി. ഇടയ്ക്ക് പറയും 20% ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇടയ്ക്ക് പറയും 30% ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇടയ്ക്ക് പറയും 40% ഷൂട്ടിംഗ് കഴിഞ്ഞു. എന്നിട്ടൊരു കിണർ കാണിക്കും, കുറേ വെട്ടുകത്തി കാണിക്കും, കുറേ കത്തി കാണിക്കും, കുറേ തോക്ക് കാണിക്കും. ആരൊക്കെ അഭിനയിക്കുന്നത്? അങ്ങനെ കേരളത്തിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ആൾക്കാരെ അറിയാതിരിക്കൂ. അപ്പോൾ അതിന് ഷൂട്ടിംഗ് ഒന്നുമില്ല എന്നിങ്ങനെ പ്രഖ്യാപിക്കും. ഒരു ചരിത്ര സിനിമ പിടിക്കണത് മിനിമം 100 കോടി രൂപ വേണം. ഇപ്പോൾ 1 കോടി പോലും തികഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ മരം കൊണ്ട് കുറേ തോക്ക്, കുറേ എന്തായാലും പറയുക തൊപ്പി, കത്തി, ഇങ്ങനെ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നിലയിൽ ഇപ്പം കിട്ടിയ പൈസ കൊണ്ട് നല്ലൊരു ഷോർട്ട് ഫിലിം എടുക്കാനേ കഴിയുള്ളൂ. ചരിത്ര സിനിമയാകുമ്പോൾ കാലഘട്ടങ്ങൾ മാറും, വീടുകൾ മാറും, റോഡുകൾ മാറും, ഉടുപടാദികൾ മാറും, സംസ്കാരം മാറും. അതൊക്കെ കാണിക്കണ്ടേ? അതിന് കോടികളുടെ മേലെ കോടികൾ വേണം. ശങ്കരാചാര്യ സിനിമ പിടിക്കുന്ന സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ സിനിമയെല്ലാം പിടിച്ചു കഴിഞ്ഞു. അതിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഗോപുരം
അവിടെ ഒരു ഇലക്ട്രിക് കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. അത് മാത്രം കണ്ടാൽ മതി. അന്ന് എവിടെ ഇലക്ട്രിക് കമ്പി? എന്നിട്ട് രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ട വന്നു. ബെൻഹർ സിനിമയിൽ ഒരാൾ കയ്യിൽ റിസ്റ്റ് വാച്ച് കെട്ടി നിൽക്കുന്ന കാരണം കൊണ്ട് എത്ര കോടികൾ ലക്ഷങ്ങൾ ചെലവിട്ടിട്ട് അറിയോ റീഷൂട്ട് നടത്തിയത്. ഏതായാലും ഈ പടം മുഴുമിപ്പിക്കാനാവില്ല. പിന്നെ അലി അക്ബർ ശൈലിയിൽ മാൻഡ്രേക്കിനെ പോലൊരു വാര്യംകുതിര ഉണ്ടാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഒറിജിനൽ വാര്യംകുതിരയൊന്നും അങ്ങനെ അവതരിപ്പിക്കാനുള്ള ശേഷിയില്ല. ഏതായാലും അതൊക്കെ ആയിട്ടൊരു കീഴ്ശ്വാസം പോലെ കുറെ ദുർഗന്ധം പരത്തി അത് പടർത്തിയാണ് കടന്നു പോകും. ഇപ്പോഴുള്ള പൈസ കൊണ്ട് ഒരു ചോട്ട മൂട്ട പടം എടുക്കാൻ കഴിയും, അത്രമാത്രം. എടുത്തില്ലെങ്കിൽ സംഘപരിവാർ ദണ്ഡി കൊണ്ടുവരും, തല തല്ലി പൊളിക്കും ഈ അലി അക്ബറിന്റെ. ഞാൻ എൻ്റെ 150 രൂപ വാങ്ങിച്ചിടോ, വേറെ എൻ്റെ 150 രൂപ വാങ്ങിച്ചടോ എന്ന് പറഞ്ഞിട്ട് അവർ വരും. അതിനാൽ അവസാനത്തെ കൈ എന്നുള്ള നിലയ്ക്ക് വിഷുക്കൈ നീട്ടം ഇങ്ങോട്ട് താന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ് പിച്ചതണ്ടൽ. വിഷുക്കൈ നീട്ടം ഇയാൾക്ക് കൊടുക്കാനുള്ളതാണോ വിഷുക്കൈ നീട്ടം? ഇവിടെ എല്ലാ ഹിന്ദുക്കളും മാരിയംകുന്നൻ്റെ ഇയാളുടെ പോയ മുതൽ പോയവരെ കാത്തിരിക്കുകയല്ലേ ഇവിടെ. ഏതായാലും ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ താമസിയാതെ സംഘികളുടെ ഇത് കിട്ടും. കൈകൊണ്ടൊരു നീട്ടം, വിഷുക്കൈ നീട്ടം, യാതൊരു സംശയമില്ല. കാത്തിരിക്കാം വാർത്തയ്ക്കായിട്ട്. നമസ്കാരം.